പെന്തക്കോസ്ത് വിശ്വാസം പുലർത്തുന്നതായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കൊന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയുടെ മഹത്വം മനസ്സിലാവുകയില്ല. എന്നാൽ എലിശബ വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അപ്പൻ്റെ അമ്മയാണ്, എൻ്റെ ഗ്രാൻഡ് മദറാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവകൃപയുടെ ഉറവിടം പരിശുദ്ധ ദൈവമാതാവല്ല, പിന്നെയോ ദൈവകൃപയുടെ ഏറ്റവും വലിയ വിതരണക്കാരിയാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കുക. ആയതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, സുവിശേഷകർ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്.